ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ ഈ ആദ്യത്തെ സീരീസിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ സീരീസിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. അതിനുശേഷം ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ തുടർച്ച എടുക്കുന്നതായിരിക്കും. ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ. നാം ഇതുവരെ കണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷവും താല്പര്യവും ഉത്സാഹവും ഒക്കെ തരുന്നതാണ്. ഭക്തിയിൽ നമ്മളെ വർദ്ധിപ്പിക്കുന്നതാണ്. പഠനം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും നമുക്ക് വർദ്ധിക്കണം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങളെ പാലിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒന്ന് താഴ്മയോടെ സമർപ്പിക്കുവാനായിട്ടും ഇടയായി തീരണം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ സഭയെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. 7 സഭകൾ, 7 സഭകളും 4 രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. അന്നുണ്ടായിരുന്ന 7 സഭകളാണ് ലിറ്ററലി അന്ന് എക്സിസ്റ്റ് ചെയ്തതായിരിക്കുന്ന യോഹന്നാൻ്റെ സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന നിലനിന്നിരുന്നതായിരിക്കുന്ന 7 സഭകളെക്കുറിച്ചാണ്. ആ സഭകളുടെയൊക്കെ സ്വഭാവത്തെ ഏകദേശം വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ആ സഭകൾ മാത്രമല്ല, ഇനിയും ഭാവിയിൽ വരാൻ പോകുന്നതായിരിക്കുന്ന 7 കാലഘട്ടങ്ങളെയും കുറിച്ചും അവിടെ യോഹന്നാനുണ്ടായ വെളിപ്പാട് ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതെന്ന് പല വ്യാഖ്യാതാക്കളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ പഠനത്തെ സഹായിക്കുന്നതാണ്. മൂന്നാമതായിട്ട് 7 കാറ്റഗറി അല്ലെങ്കിൽ 7 നിലകളിലുള്ള സഭകളാണ് ഇന്ന് അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന 7 രീതിയിലുള്ള സഭകളെന്നുള്ളതും നമ്മൾ കണ്ടു. അതിനേക്കാളും കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് നമ്മുടെ സഭയുടെ അവസ്ഥയും മാത്രമല്ല, വ്യക്തികൾ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ 7 അവസ്ഥകളെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇത് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുകയും ആത്മപരിശോധന നടത്തുവാനായിട്ട് ഇടയാവുന്നതുമായ കാര്യങ്ങളാണ്. 7 സഭകളും എവിടെയാണ് ആയിരിക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അന്ന് എക്സിസ്റ്റ് ചെയ്തതായിരിക്കുന്ന 7 സഭകൾ. അതിനെ കുറച്ചുകൂടെ ഞാൻ വിശദമായി ഇത് കണ്ടു കഴിഞ്ഞെങ്കിൽ, ഏകദേശം ഒരു ധാരണ കിട്ടിയെങ്കിൽ അടുത്തതിലേക്ക് ഞാൻ പോകാം. ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് കഴിയും. ഈ ഭൂപടത്തിൽ എങ്ങനെയാണ് നമുക്കിത് രേഖപ്പെടുത്താനായിട്ട് കഴിയുക എന്നുള്ളതാണ്. യെരുശലേം എന്നുള്ളത് താഴെ വലതുഭാഗത്ത് താഴെ വലുതായിട്ട് റെഡ് കളറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ നസ്രത്തും പിന്നെ താഴെ ബേത്ലഹേമും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം റെഫറൻസ് പോയിൻ്റായിട്ട് ഇസ്രായേൽ ആ സൈഡിലാണ്. അന്ത്യോക്കിന് താഴെ ഉള്ള ആ ഭാഗങ്ങൾ, ബേത്ലഹേം വരെ അത് ഇസ്രായേലിൻ്റെ ഭാഗമാണ്. അന്ത്യോക്ക് അത് സിറിയയുടെ ഭാഗമായിട്ട് അത് മുകളിലേക്ക് പോന്നു. അതിൻ്റെ ഇടതുവശത്തായിട്ട് അല്ലെങ്കിൽ ആ ഭൂപടത്തിൻ്റെ ഇടതുവശത്തായിട്ടാണ് നമ്മൾ 7 സഭകൾ കാണുന്നത്. ഇന്നത് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ ഉള്ള സ്ഥലങ്ങളാണ്. തുർക്കി എന്ന് പറയും, അല്ലെങ്കിൽ ടർക്കി എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കാറുണ്ട്. തുർക്കി എന്നുള്ളതാണ് ഏതാണ്ട് ഒഫീഷ്യൽ നെയിം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ആ പ്രദേശങ്ങളിലുള്ളതാണ് ഈ സഭകളൊക്കെ അന്ന് നിലനിന്നിരുന്നത്. സുവിശേഷം എവിടെ നിന്നാണ് പോയി എന്നുള്ളത് മനസ്സിലാക്കാം. യെരുശലേമിൽ നിന്ന് പൗലോസിൻ്റെ മിഷണറി യാത്രകളൊക്കെ അവിടെ എല്ലാം കറങ്ങി ആ സ്ഥലങ്ങളിലെല്ലാം പോയി ആ 7 സഭകളുടെയൊക്കെ അവിടെയൊക്കെ മിഷണറി പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ആദിമ നൂറ്റാണ്ടിൽ. പത്മോസ് ദ്വീപ് എന്ന് അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സീ, അതിലാണ് ക്രേത്ത ദ്വീപും കുപ്രോസ് ദ്വീപ്, സൈപ്രസ് ദ്വീപും പിന്നെ പത്മോസ് ദ്വീപും. ഇതൊക്കെ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളാണ്. അങ്ങ് അകലെയാണ് കൊരിന്ത്യ പട്ടണം. മക്കദോനിയ, ഗ്രീസിൻ്റെ മുകളിലാണ് മക്കദോനിയ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെയാണ് ആദിമ സഭയുടെ കാലത്തിൽ സുവിശേഷം പ്രചരിച്ചത്. ഈ 12 അപ്പോസ്തലന്മാരും അവിടെ മാത്രം ശ്രദ്ധിക്കാതെ വീണ്ടും പല രാജ്യങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിലേക്ക് സുവിശേഷം എത്തിച്ചേരുന്നത്. സെൻറ്റ് തോമസ് എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തോമസ് അപ്പോസ്തലന് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതും ഇതൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ഒരുപക്ഷെ വിചാരിക്കും. എന്നാൽ പൊതുവായിരിക്കുന്ന ചില അറിവ് കൂടെ ലഭിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് തോമസ് അപ്പോസ്തലൻ ഇന്ത്യയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതിന് രേഖകളൊക്കെ വളരെ കുറവാണ്, എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പിന്നെ ബർത്തലോമായും ഒക്കെ ഈ രാജ്യത്തേക്ക് ഇന്ത്യയുടെ വലതുഭാഗത്ത് അല്ലെങ്കിൽ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു.
ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സുവിശേഷം എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ റാപ്പിഡായിരിക്കുന്ന ഒരു എക്സ്പാൻഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കര പ്രചരണം നടന്ന സമയങ്ങളാണ് നമ്മുടെ ആദിമ നൂറ്റാണ്ടുകൾ. ഇതിൻ്റെ വേറൊരു പിക്ചർ കൂടെ ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും താഴെ വലതുഭാഗത്താണ്. ഇന്ത്യയുടെ ഗുജറാത്ത്, അവിടെ നിന്ന് എത്ര ദൂരെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേലും ഈ മാപ്പുകൾ അറിയാവുന്നവർക്ക് ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അവിടെ നിന്നാണ് സുവിശേഷം ഇത്രയും ഭാഗങ്ങളിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇറാഖും ഇറാനും ഒക്കെ കടന്നാണ് ഇന്ത്യയിലേക്ക് സുവിശേഷം എത്തിച്ചേരുന്നത്. അപ്പോൾ എത്ര ദൂരം ഇവരൊക്കെ പ്രയാണം ചെയ്തു എന്നുള്ളത്, മരുഭൂമിയിലും അന്ന് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒന്നുമില്ലാതപ്പോൾ എത്ര കഷ്ടപ്പെട്ടാണ് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്തു എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥമല്ലാത്ത നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആരും ജീവൻ വെടിയുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുകയില്ല. അവർക്കത് സത്യമാണെന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരത് ചെയ്യത്തുള്ളൂ. സത്യമല്ലാത്ത ഫോൾസ് ആയിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആരും ജീവൻ കൊടുക്കുകയോ ഈ ഇത്രയും അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മതത്തെക്കാളും ഏതൊരു വിശ്വാസത്തെക്കാളും ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടിയവരും മരിച്ചവരും അതിന് അർപ്പണ മനോഭാവത്തെ പ്രവർത്തിച്ചവരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് ഇറ്റ് വാസ് നോട്ട് എ മിലിറ്ററി ഇൻവേഷൻ. അത് മിലിറ്ററി ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയമായിരിക്കുന്ന രീതിയിലല്ല ഒരിക്കലും സുവിശേഷ പ്രവർത്തനം നടന്നിരുന്നത്. സുവിശേഷ പ്രവർത്തനം നടന്നത് സ്നേഹത്തിൻ്റെയും ദയയുടെയും കമ്പാഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക, ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവരുടെ അടുക്കിലേക്ക് സുവിശേഷം എത്തിച്ചേരുക, അവർക്ക് വെളിച്ചം എത്തിക്കുക എന്നുള്ള ആ ഒരു അപ്രോച്ചിലാണ് സുവിശേഷ വേല ചെയ്തിരുന്നത്. ഇത് നാം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മിലിറ്റൻ്റ് ആയിരിക്കുന്ന അങ്ങനെയുള്ളൊരു രീതിയിലല്ല സുവിശേഷം പോയിരിക്കുന്നത്. സുവിശേഷം എപ്പോഴും പോയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്നേഹം എന്നുള്ള വികാരത്തിൽ വേണം നാം ഈ കാര്യങ്ങളെ ചെയ്യേണ്ടതെന്നുള്ളത് കൂടെ ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. നിങ്ങളും വീട്ടിൽ ഇതൊക്കെ വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കണം. അതിൻ്റെ അകത്തേക്ക് കയറി എന്തൊക്കെയാണ് ഓരോ വാക്യങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുള്ളതെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച കണ്ടത് തന്നെ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എഴുത്തുകാരൻ കർത്താവായ യേശുക്രിസ്തു 7 നക്ഷത്രങ്ങൾ വലതുകയിൽ പിടിച്ചുകൊണ്ടെന്നുള്ളൊരു വിശേഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, വിളക്കുകൾ നടുവിൽ നടക്കുന്നുള്ളൊരു വിശേഷണമാണ് അവിടെ യേശുക്രിസ്തുവിന് കൊടുക്കുന്നത്. വിശേഷണങ്ങൾ എപ്പോഴും ഈ സഭയോടുള്ള ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടോ ആ സഭയോട് പറയുന്ന അഡ്വൈസിൻ്റെ അല്ലെങ്കിൽ പ്രശംസയുടെയൊക്കെയും ലക്ഷണത്തിലും അവരെങ്ങനെയാണ് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ വിശേഷണം കൊടുക്കുന്നത്. വിശേഷണങ്ങൾ എപ്പോഴും വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫാക്റ്റും അതിൽ നാം കൊടുക്കുന്ന വിശേഷണങ്ങളും. ബാബു ജോൺ എന്ന് പറയുമ്പോൾ എന്നെ കുറിക്കുന്നതാണ്. എന്നാൽ കൊള്ളരുതാത്തവനായ ബാബു ജോണെന്നോ നല്ലവനായ ബാബു ജോണെന്നോ പറയുമ്പോൾ അവിടെ ഒരു വിശേഷണം വരികയാണ്. സോ ആ വിശേഷണങ്ങൾ എപ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം വിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഒരു കാര്യത്തെക്കുറിച്ചോ പറയുമ്പോൾ ഈ വിശേഷണങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. കാരണം ആ വിശേഷണങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുവാനും എത്തിച്ചേരുവാനായിട്ടും ഇടയായിത്തീരും. ഒരാളുടെ ക്യാരക്ടർ അതിനെ മോശമാക്കാനും അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ലത് പറയുവാനും ഒക്കെ ഇടയായിത്തീരും. നമ്മൾ സാധാരണ വിശേഷങ്ങൾ ബഹുമാന്യനായിരിക്കുന്ന വ്യക്തി എന്ന് നമ്മൾ പറയും, ബഹുമാന്യനായിരിക്കുന്ന മന്ത്രി എന്നൊക്കെ പറയും. എന്നാൽ ബഹുമാനം കൊടുക്കാതെയും ബഹുമാന്യനായിരിക്കുന്ന എന്ന് പറയാനായിട്ട് കഴിയും. ഇവിടെ ഈ വിശേഷണങ്ങളുടെ പൊള്ളത്തരവും വിശേഷണങ്ങളുടെ ആവശ്യകതയും ഒക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വിശേഷണമെന്ന് പറയുന്നത് വളരെ അർത്ഥവത്തും റിലവൻറ്റുമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ള സഭകളെക്കുറിച്ച് വരുമ്പോൾ നമ്മളത് കൂടുതൽ മനസ്സിലാക്കും. ഇവിടെ ഈ സിറ്റിയെക്കുറിച്ച് വായിക്കുമ്പോൾ എഫെസോസ് എന്ന് പറയുന്ന അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന ആൾ ഡയാനയാണ് അവരുടെ പ്രതിഷ്ഠ. ഇന്ന് ഈ എഫെസോസിൻ്റെ പിക്ചേഴ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ആ സ്റ്റേഡിയം പോലെയുള്ളതാണ് അവർ കൂടി വന്നിരുന്ന സ്ഥലം. നടുക്കാണ് വിനോദങ്ങളൊക്കെ നടക്കുന്നത്.
അപ്പോൾ അവിടെ ഈ പലപ്പോഴും ഈ കായിക വിനോദങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന കൂട്ടുള്ളൊരു കായിക വിനോദങ്ങളല്ല. അവിടെ കായിക വിനോദങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ശരീര സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഫെമിനിൻ കാര്യങ്ങളുമായിട്ട്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അന്നൊക്കെ ആണുങ്ങളുടെ ശരീര സൗന്ദര്യത്തിനും പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബലിഷ്ഠമായിരിക്കുന്ന മസിൽ ഉള്ള, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്നതെന്ന് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കൂടി വന്നിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്പോർട്സിൻ്റെ വേറൊരു നിലയിലുള്ള, ഇന്ന് സ്പോർട്സ് ആ രീതിയിലില്ലെങ്കിലും അന്നൊക്കെ സ്പോർട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരീര സൗന്ദര്യവും തെറ്റായ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതിനുള്ള ഈ സ്റ്റേഡിയത്തിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു റൗണ്ട് അറേഞ്ച്മെൻറ്റിലാണ് അവർ ഇരുന്നത് കണ്ട്. ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇന്നുണ്ട്. താഴെ ഞാൻ കാണിച്ചിരിക്കുന്നതൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. സഞ്ചാരികൾ നടന്ന് ഇക്കാര്യങ്ങളൊക്കെ കാണുന്നു എന്നുള്ളതാണ്. ഡയാനയുടെ ആ സ്തൂപം അവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഡയാന ദേവിയുടെ അവരുടെ പ്രതിഷ്ഠയാണത്. ഇനി നമുക്ക് സഭയെക്കുറിച്ച് കണ്ടു. ഏറ്റവും വലിയൊരു സഭയായിരുന്നു. പ്രിസ്കില്ലയും അക്വിലയും ഒക്കെ സുവിശേഷം പറഞ്ഞ് ഉണ്ടായ സഭയാണ്. എല്ലാ സഭകളിലും വെച്ച് ഏറ്റവും ഡിസയറബിൾ ആയിരിക്കുന്ന നല്ല ഒരു സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോസ്തലിക സഭ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കമൻറ്റേറ്റേഴ്സിൻ്റെ, വ്യാഖ്യാതാക്കളുടെയൊക്കെയും ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ അന്ന് സഭയെ വിളിക്കുന്നത് അപ്പോസ്തലിക സഭ എന്നൊന്നും ആരും ആ സഭയെ വിളിച്ചിരുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അന്നുണ്ടായിരുന്ന എഫസോസ് സഭയെ ദ അപ്പോസ്തലിക് ചർച്ച് എഫസോസ് എന്നല്ല എഴുതി വെച്ചിരുന്നത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് അതിന് അങ്ങനെ അപ്പോസ്തലിക് ചർച്ച് എന്നുള്ള പേരൊന്നും ഇല്ലായിരുന്നു. ഒരു സഭകൾക്കും ആ രീതിയിൽ പേരില്ല. ബ്രദറൻ ചർച്ചിന്, നമ്മുടെ ചർച്ചിന് ബ്രദറൻ ചർച്ച് എന്ന് ഇട്ടാലും പേര് ബ്രദറൻ അല്ല. അത് നമ്മൾ ഓർത്തോണം. അത് മറ്റുള്ളവർ പറയപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കുന്നത്, സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദർ ഇസ് നോ ചർച്ച് അല്ലെങ്കിൽ ക്ലിയറായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു പേര് സഭകൾക്കില്ല. കർത്താവിൻ്റെ സഭ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മളൊരു ബ്രദറൻ സഭയാണ്, ദ ബ്രദറൻ ചേർച്ച് എന്ന് പറയുമ്പോൾ സംതിങ് അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. അന്നങ്ങനെ ദ അപ്പോസ്തലിക്, ഇന്ന് ചില സഭകൾ ദ അപ്പോസ്തലിക് ചർച്ച് എന്നൊക്കെ പേര് കൊടുക്കാറുണ്ട്. അപ്പോസ്തലിക കാലത്തെ ആ സഭയുടെ നിലവാരത്തിൽ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട്, ലക്ഷ്യം നല്ലതാണെങ്കിലും പലപ്പോഴും മാർഗങ്ങളും അല്ലെങ്കിൽ ആ വഴികളും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ശരിയായ രീതിയിലായിരിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ബഹുസ്ഫുരണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് അല്ലെങ്കിൽ കാണിക്കണമെന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പുതിയ നിയമകാലത്തിൻ്റെ ആരംഭത്തിൽ അപ്പോസ്തലിക സമയത്ത് നടന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, വിസിബിളായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആഗ്രഹവും ആവേശമൊക്കെ നല്ലതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരിക്കലും ആ രീതിയിൽ എപ്പോഴും ആകണമെന്നില്ല. അപ്പോസ്തലിക കാലത്തുണ്ടായിരുന്ന പ്രവർത്തനം വിസിബിളായിരിക്കുന്നത് ആകണമെന്നില്ല. ഇത് നമ്മൾ മറ്റ് പല ക്ലാസ്സുകളിലും നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് അപ്പോസ്തലികമായിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പോസ്തലിക കാലത്ത് നടന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വേണമെന്ന് ശഠിക്കുന്നത് നമുക്ക് അത് ശരിയായൊരു കാര്യമല്ല. കാരണം തിരുവചനം കംപ്ലീറ്റ് ആയതുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏതൊക്കെ വൈവിധ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ന് ചില രീതികളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർവേഡ്. ദെൻ പിന്നെ കമൻറ്റേഷൻ, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയതെന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെ നമ്മൾ നല്ല ചില അഭിപ്രായങ്ങളാണ് കർത്താവ് ഈ എഫെസോസ് സഭയെക്കുറിച്ച് പറയുന്നത്. അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും അവരുടെ അധ്വാനത്തെക്കുറിച്ചും അവരുടെ ക്ഷമയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. നോക്കുക, നമുക്കിതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഫെസോസ് സഭയോട് പറഞ്ഞല്ലോ എന്ന് വിചാരിക്കല്, ഇത് എന്നോട് പറയുന്നതാണെന്ന് വിചാരിക്കുക. കർത്താവ് എന്നെ നോക്കി ഇത് പറയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സഭയെ കണ്ടിട്ട് കർത്താവിന് പറയാനായിട്ട് കഴിയുമോ? വിശ്വാസ സഭകൾ ലോകമെങ്ങുമുള്ള, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള സഭകളെ നോക്കിക്കൊണ്ട് കർത്താവിന് ഇത് പറയുവാനായിട്ട് കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ? ഐ നോ യുവർ ഡീഡ്സ്, ഞാൻ പറഞ്ഞു അത്.
നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവരുടെ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രോഗ്രസീവായിരിക്കുന്ന നടന്നുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളല്ല, നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായിരിക്കുന്ന നമ്മുടെ ഡീഡ്സ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രവർത്തികൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത്? നമ്മളെന്ന് ഞാൻ പറഞ്ഞാൽ വേർപാട് സഭകളെക്കുറിച്ച്, ബദറൻ സഭകളെക്കുറിച്ച് പൊതുവേ പറയപ്പെടുന്നൊരു കുറ്റം ഇതാണ്: നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, യു ഹാവ് ഡോക്ട്രിൻസ്, നിങ്ങൾക്ക് ഉപദേശമുണ്ട്, പക്ഷേ പ്രവൃത്തിയില്ല. നമ്മളും അപ്പോഴത് സമ്മതിക്കും, അല്ലേ? നമ്മളും സമ്മതിക്കും. ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇടയിൽ ഞാൻ കുറച്ചുകൂടെ ചില അപ്പോളജറ്റിക് പ്രിൻസിപ്പിൾ കൂടെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ പലപ്പോഴും ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളും തലകുലുക്കും. ശരിയാണ്, മറ്റു സഭകൾക്കൊക്കെ അല്ലെങ്കിൽ വേറെ ചില സഭകൾക്കൊക്കെ സോഷ്യൽ ആക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്കതില്ല എന്നുള്ള നമ്മളൊരു ധ്വനി വരും. പക്ഷെ നമുക്കത് വേണം, നമ്മളത് ആദ്യം സമ്മതിച്ചുകൊണ്ട് തന്നെ പറയണം. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഉപദേശമല്ല ഇമ്പോർട്ടൻ്റ്, പ്രവർത്തനമാണ്. നിങ്ങൾക്ക് ഉപദേശം ഇമ്പോർട്ടൻ്റ്, നിങ്ങൾക്ക് പ്രവർത്തനമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ പ്രത്യേകിച്ച് ഒരു മിസ്റ്റേക്കുണ്ട്. കാരണം ഒരിക്കലും പ്രവർത്തനമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പ്രവർത്തനം എപ്പോഴും ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഏതൊരു വ്യക്തിയുടെയും, ഇത് ഞാൻ പറയുന്നത് കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്താൽ മനസ്സിലാകും, ഏതൊരു പ്രവൃത്തിയും അയാളുടെ ഉപദേശം അനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നത്. സോ ഒരു ഉപദേശത്തിൻ്റെ പുറകിൽ മാത്രമേ പ്രവർത്തനം വരികയുള്ളൂ, അല്ലാതെ ഉപദേശമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞങ്ങൾക്ക് ഉപദേശമല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഉപദേശം. അതൊരു ഉപദേശമാണ്. ഞങ്ങൾക്ക് ഉപദേശം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഉപദേശമായതുകൊണ്ട് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഉപദേശമില്ലാതെ പ്രവർത്തനമില്ല, ഒരിക്കലും പ്രവർത്തിക്കാൻ. ക്രിയകൾ ഉപദേശത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ശരിയായ ഉപദേശമുണ്ടെങ്കിൽ ശരിയായ ക്രിയകൾ, തെറ്റായ ഉപദേശമാണെങ്കിൽ തെറ്റായ ക്രിയകൾ. കിട്ടിയല്ലോ. അപ്പോൾ നാം ശരിയായിരിക്കുന്ന ഉപദേശം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ശരിയായിരിക്കുന്ന ക്രിയകൾ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്രിയകൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ഞാൻ പറഞ്ഞത് ആദ്യം വേണ്ടത് ശരിയായ ഉപദേശമാണ്, അല്ലാതെ ശരിയായ ക്രിയകളല്ല ആദ്യം വേണ്ടത്. ആദ്യം വേണ്ടത് ശരിയായിരിക്കുന്ന ഉപദേശമാണ്. ആ ഉപദേശത്തിൽ നിന്നാണ് ക്രിയകൾ വരുന്നത്. തെറ്റായിരിക്കുന്ന ഉപദേശമുള്ളവരാണ് തെറ്റായ ക്രിയകൾ അല്ലെങ്കിൽ നല്ല ക്രിയകളെന്ന് മനുഷ്യർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് അവിടുത്തെ തെറ്റായ ഉപദേശം എന്ന് പറഞ്ഞാൽ? പ്രവൃത്തിയിലൂടെയാണ് രക്ഷ എന്നുള്ള ഉപദേശത്തിലാണ് പ്രവൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കിട്ടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു അല്ല, ഉപദേശമല്ല, നമ്മൾ പറയുന്നു പ്രവൃത്തിയല്ല അതിന് കാരണമായിരിക്കുന്നത് കൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? പ്രവർത്തനം അങ്ങ് കുറയ്ക്കുന്നു. ശരിക്കുള്ള ഉപദേശം എന്താണ്? നിങ്ങൾക്ക് ഉപദേശവും ശരിയായത് വേണം. ആ ഉപദേശം എന്തായിരിക്കണം? ഈ വിശ്വാസത്തോട് കൂടെ ക്രിയകളും വേണമെന്നുള്ള ഉപദേശമായിരിക്കണം ശരിയായ ഉപദേശം. അപ്പോൾ ക്രിയകൾ വേണം, പ്രവർത്തനങ്ങൾ വേണം. നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ലോജിക്കലി എപ്പോഴും ഉപദേശത്തിന് ശേഷമേ ക്രിയകൾ വരുന്നുള്ളൂ. ഇനി ആരെങ്കിലും അത് ചർച്ചയ്ക്കോ വന്നു കഴിഞ്ഞാൽ, തർക്കിക്കാനോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചിന്തയോടെ വേണം അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ, വേറെ അഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ബുക്ക് ഓഫ് ജെയിംസ് യാക്കോബിൻ്റെ ലേഖനമാണ് എപ്പോഴും അതിനടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം, അതിനെക്കുറിച്ച് ഇനി ഒരു ക്ലാസ് നമ്മൾക്ക് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. യാക്കോബിൻ്റെ ലേഖനം ഉപദേശപരമായിരിക്കുന്ന ഒരു ലേഖനമല്ല, ആ രീതിയിലുള്ളൊരു ലേഖനമല്ല. അവിടെ ഉപദേശത്തിന് ശേഷമുള്ള പ്രവൃത്തികളെക്കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. ആദ്യം എഴുതിയ ലേഖനമായിരുന്നത് കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന അപ്രോച്ചിൽ കാര്യത്തിൽ വേണം നമ്മൾ ആ ലേഖനത്തെ കാണേണ്ടത്. കാലഘടന അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ലേഖനം ആദ്യം എഴുതി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ ലേഖനം എപ്പോൾ എഴുതി എന്നുള്ളതാണ്. ആ എപ്പോൾ എഴുതിയ ലേഖനത്തിൻ്റെ പിന്നെ ഉള്ളതായിരിക്കുന്ന വിശദീകരണങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ പിന്നെ വരും. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഉപദേശവും നിങ്ങൾക്ക് നല്ലതാണ്, ഉണ്ട് എന്നുള്ള അസംപ്ഷനിലാണ് പറയുന്നത് പ്രവൃത്തി ശരിയല്ല എന്നുള്ളത്. അവിടെ കുറച്ചുകൂടെ ഒരു ജൂയിഷ് ബന്ധം അല്ലെങ്കിൽ യഹൂദ മതത്തോടുകൂടെ ചേർത്തുകൊണ്ടാണ് ഈ യാക്കോബിൻ്റെ ലേഖനത്തിലെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഓക്കെ, നമുക്കതുകൊണ്ട് അതിനൊരു വേറൊരു ദിവസം എപ്പോഴെങ്കിലും ആരെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇവിടെ മുൻപോട്ട് നമുക്ക് പോകുമ്പോൾ ഈ നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ ക്രിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു എഴുത്തുകാരൻ പറഞ്ഞത്, ടു കം ടു ക്രൈസ്റ്റ് കോസ്റ്റ് നത്തിങ്. ക്രിസ്തുവിലേക്ക് വരാൻ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല, സൗജന്യമാണ് രക്ഷ. പക്ഷേ ടു ഫോളോ ക്രൈസ്റ്റ് കോസ്റ്റ് സംതിങ്. യേശുവിനെ പിൻഗമിക്കാൻ ശ്രമിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾ ചെലവഴിക്കപ്പെടേണ്ടതായിട്ട് വരും, നഷ്ടങ്ങൾ വരും. പിന്നെ ക്രിസ്തുവിനെ സെർവ് ചെയ്യുമ്പോൾ ടു സെർവ് ക്രൈസ്റ്റ് കോസ്റ്റ് എവറിത്തിങ്. യേശുവിനെ നമ്മൾ സേവിക്കുവാനായിട്ട് അല്ലെങ്കിൽ സർവീസിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏത് നിലയിലാണെന്ന് പറയാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ടു കം ടു ക്രൈസ്റ്റ് കോസ്റ്റ് നത്തിങ്, ടു ഫോളോ ക്രൈസ്റ്റ് കോസ്റ്റ് സംതിങ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ടു സെർവ് ക്രൈസ്റ്റ് കോസ്റ്റ് എവറിത്തിങ്. യേശുവിനെ പുറകെ പിൻഗമിക്കുവാൻ ഒന്നും നഷ്ടമാകുന്നില്ല. പിന്നെ ടു കം ടു ക്രിസ്തുവിലേക്ക് വരുവാൻ എനിക്കൊന്നും നഷ്ടമാകുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ എനിക്ക് ചില കാര്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. പിന്നെ ക്രിസ്തുവിനെ സേവിക്കുവാൻ എനിക്ക് എല്ലാം നഷ്ടമാകും. ഏത് നിലയിലാണ് നമ്മൾ? 1 2 3 ശ്രദ്ധിക്കുന്നില്ല ആരും? 1 2 സേഫാണ്. നമ്മൾ 2 ഇരിക്കുന്നത്. നമുക്ക് ചിലതൊക്കെ നഷ്ടമാകുന്നുള്ളൂ, പക്ഷേ നമ്മൾ എല്ലാം നഷ്ടമായിക്കൊണ്ട് ക്രിസ്തുവിനെ പിൻഗമിക്കുന്നില്ല. സോ ഇന്ന് നമുക്ക് മനസ്സിലായി ഏത് ലെവലിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മളിനി എത്തേണ്ടത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ മീഡിയോക്രിറ്റി അല്ലെങ്കിൽ ഇടയിൽ പോകാനായിട്ട് എപ്പോഴും സേഫായിട്ട് പോകുന്നത് എപ്പോഴും മിഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെക്കുറിച്ച് നിങ്ങൾ ഏത് ക്ലാസ്, ഞങ്ങൾ മിഡിൽ ക്ലാസ് എന്ന് പറയും. എന്നിട്ട് ആ മിഡിൽ ക്ലാസ് വിട്ട് നമ്മൾ മുകളിലോട്ട് പോകത്തില്ല, അപ്പർ ക്ലാസ് എന്ന് പറയത്തില്ല. നമ്മളൊരിക്കലും മിഡിൽ ക്ലാസ് ഓർ അപ്പർ മിഡിൽ ക്ലാസ് അല്ലേ, പുതിയൊരു ടേമാണ്. അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് എന്നേ പറയത്തുള്ളൂ. ഈ മിഡിൽ ക്ലാസ് വിട്ട് ജമ്പ് ചെയ്യാൻ നമുക്ക് പേടിയാണ്. കാരണം അപ്പർ ക്ലാസ്സിൽ വരുമ്പോഴത്തേന് വേറെ ചില പ്രിവിലേജസ് ഉണ്ട്, വേറെ ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, വേറെ ചില ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹയർ ക്ലാസ് ആകത്തുള്ളൂ. അപ്പോൾ ആ ലെവലിലേക്ക് പോകത്തില്ല. നമ്മളെപ്പോഴും മിഡിലിൽ നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭയിലും ഭൂരിപക്ഷം പേരും അങ്ങനെയാണ്. നമ്മുടെ സഭയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ നമ്മളായിരിക്കുന്ന സഭയല്ല, പൊതുവേ നമ്മുടെ സഭകളിൽ മിഡിൽ ലെവലിലാണ് പോകുന്നത്. മിഡിൽ പാത്ത് അല്ലേ, മിഡിലിൽ പോകുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നുമില്ല, പക്ഷേ എല്ലാം ചെയ്യുന്നുമില്ല. ഞാൻ കുറച്ച് കൂടുതൽ ലീഡർഷിപ്പ് എടുക്കുക, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ ഞാനൊന്ന് പതുക്കെ നിൽക്കും. പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയുമില്ല. മിഡിലിൽ പോകാനാണ് ഏകദേശം ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന മാത്തമാറ്റിക്സിലും ഉണ്ട്. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മിഡിലാണ് എപ്പോഴും 80% ഓഫ് ദ പീപ്പിൾ ആർ ഇൻ ദ മിഡിൽ ലെവൽ. ഈ 2 സൈഡിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ആൾ. ഇതിങ്ങനെ ഒരു ഗ്രാഫാണ്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. സോ ഓൾവേസ് പീപ്പിൾ പ്രിഫർ ടു ബി ഇൻ ദ മിഡിൽ. നമ്മളും വിശ്വാസത്തിൽ നമ്മളെപ്പോഴും ഒരു മിഡിൽ പാത്ത് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതല്ല ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, സഭകളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ. എഫെസസ് സഭ അവിടെ അവർ ക്രിയകളിൽ, പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സുവിശേഷം പടരുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനിയും സുവിശേഷം ലോകത്തെല്ലാവരോടും പറയാനായിട്ട് തുടങ്ങിയാൽ നല്ലതല്ലേ എന്ന് വിചാരിക്കും. എന്നാൽ പ്രോഫറ്റിക്കലി പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോള സുവിശേഷീകരണം എന്നൊന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, ആഗോള സുവിശേഷീകരണം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്നില്ല. ലോകത്തുള്ള എല്ലാവരും സുവിശേഷം കേൾക്കുക എന്ന് പറയുന്ന നില ഈ കൃപായുഗത്തിൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ബാബു ജോൺ ബ്രദറിനെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നുള്ളത് ആലോചിക്കും അല്ലേ? എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സുവിശേഷീകരണം പലയിടങ്ങളിലും നടക്കും. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കും. പിന്നെ ഉണർവ്, ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ആ വാക്ക് പഠിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഉണർവ് പല സ്ഥലങ്ങളിൽ നടക്കും, അല്ലാതെ ആഗോളമായിരിക്കുന്ന ഒരു ഉണർവ് നടക്കത്തില്ല. അതിന് ഞാൻ പറയുന്നതിന് കാരണം നടക്കും, ഇനി ഒറ്റ പ്രാവശ്യം നടക്കാൻ പോകുന്നുണ്ട്. എപ്പോഴാണെന്നറിയാമോ? അത് സഭയുടെ നേതൃത്വത്തിലല്ല, അത് നടക്കുന്നത് യഹൂദന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത്. അത് നമ്മളിനിയും പഠിക്കും. വെളിപ്പാട് പുസ്തകം നമ്മളിനിയും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോഴേ ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. വ്യാപനമായിരിക്കുന്ന ലോകമെങ്ങും നടക്കുന്ന സുവിശേഷീകരണവും ഉണർവും യേശുവിനെ സ്വീകരിക്കുന്നതുമായിരിക്കുന്ന ഒരു രംഗം വരുന്നത് അത് യഹൂദന്മാരുടെ കാലത്താണ്. അത് ഉപദ്രവകാലത്തിൽ അല്ലെങ്കിൽ മഹോദ്രവകാലത്തിൽ
7 വർഷത്തെ മഹാപീഡന കാലത്തിൽ 1,44,000 യഹൂദ ക്രിസ്ത്യാനികൾ അവർ നടത്തുന്നതായിരിക്കുന്ന ആഗോള സുവിശേഷീകരണം. അതാണ് വലിയൊരു ഉണർവിന് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ലോകമെങ്ങും ഇപ്പോൾ ഒരു ഉണർവ് ഈ കൃപായുഗത്തിൽ ഈ സമയത്ത് സംഭവിക്കാനായിട്ട് സാധ്യതയില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എവിടെയാണ് ഉണർവ് നടക്കുന്നത്? ഒരു വ്യക്തിയിൽ നിന്ന് ഉണർവ് ആരംഭിച്ച് സഭകളിൽ ലോക്കലൈസ്ഡ് ആയിരിക്കുന്ന ഉണർവ് പലയിടങ്ങളിലും നടക്കും. എല്ലാ ഉണർവിൻ്റെ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം എ ലോക്കലൈസ്ഡ് ആയിരിക്കുന്ന ഒരു ഉണർവിൽ നിന്ന് അവിടെ നിന്നാണ് ഇതൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലയിടങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുമെന്നുള്ളതല്ലാതെ ആഗോള ഒരു ഉണർവും സുവിശേഷീകരണവും നടക്കാൻ സാധ്യതയില്ല. നടക്കുന്നത് 7 വർഷത്തെ ഉപദ്രവകാലത്തിൽ. നമ്മളിനി അത് പഠിക്കാൻ പോകുന്നുണ്ട്. 7 വർഷത്തെ ഉപദ്രവകാലം, മഹാപീഡന കാലം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ആ ക്യൂരിയോസിറ്റി സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലാത്തവർ അടുത്ത സീരീസ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി മുമ്പോട്ട് നമുക്ക് പോകാം. അവരെന്താ ചെയ്തിരിക്കുന്നത്? 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ, വെളിപ്പാട് 2:2 സഹിച്ചുകൂടാത്ത അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കനോട്ട് ടോളറേറ്റ് ഈവിൾ മെൻ. ഈ സഭ എന്ന് പറയുന്നതിൻ്റെ വാക്ക് നമുക്കറിയാം, എക്ലേസിയ അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രീക്കിലെ എക്ലേസിയ, കോൾഡ് ഔട്ട് വൺസ്, വേർതിരിച്ചെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ളതാണ്. ദേ ആർ സെപ്പറേറ്റഡ്, വേർതിരിച്ചെടുക്കപ്പെട്ടവരുടെ കൂട്ടം. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ബ്രദർ എന്തിനാ പുതുതായിട്ട് ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ എംഫസൈസ് ചെയ്യുന്ന വേർതിരിക്കപ്പെട്ട എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജനമാണ് നമ്മൾ. സോ നമ്മളൊരു സെപ്പറേറ്റ് സെഗ്മെൻ്റാണ്. ഇത് നമുക്കെപ്പോഴും വേണം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറയുമ്പോഴും എല്ലാവരോടും സഹവാസം വേണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരാണ്? ഹു ആർ വി? നമ്മൾ ആരാണ്? നമ്മൾ മറ്റുള്ളവരുമായിട്ട് അസിമുലേറ്റ് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. മറ്റുള്ളവരുമായിട്ട് കൂട്ടത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വന്നവരാണ്, സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരാണ്. വി ആർ എ ഡിസ്റ്റിങ്ക്റ്റ് പീപ്പിൾ. ഇസ്രായേലിനെ കുറിച്ച് ദൈവം അതാണ് ആഗ്രഹിച്ചത്. എന്താണ്? ദേ ആർ എ ഡിസ്റ്റിങ്ക്റ്റ് പീപ്പിൾ. മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പോകാനല്ല, കനാന്യരുമായിട്ട് ചേർന്ന് പോകാനുള്ളതല്ല. ദേ ആർ എ സെപ്പറേറ്റ് ട്രൈബ്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്നും ഒരു സെപ്പറേറ്റ് ട്രൈബാണ്. ഒരുപക്ഷെ ഇത് പല പ്രാവശ്യം കേട്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നത് കൊണ്ട് ആവർത്തന വിരസതയായിട്ട് തോന്നും. എന്നാലും ഒന്നുകൂടെ ചില കാര്യങ്ങൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ലൂസ് ആയിരിക്കുന്ന ക്രിസ്ത്യൻസ്, ലൂസ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ലൂസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൂസ് ആയിരിക്കുന്ന ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മോറൽ ലൈഫും അവരുടെ വ്യക്തി ജീവിതവും ഒക്കെയും ഉദാസീനതയിൽ അല്ലെങ്കിൽ അയഞ്ഞ നിലയിൽ കൊണ്ടുപോകുന്നവരുമായിട്ടൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഞാനിങ്ങനെ വായിക്കായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തിനാ സൺഡേ സ്കൂൾ ആരംഭിച്ചത്? 200-250 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചു. വാട്ട് വാസ് ദി എയിം ഓഫ് സ്റ്റാർട്ടിങ് സൺഡേ സ്കൂൾ? ഇൻ ദ പാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അറിവിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രൂശിനെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട്. പക്ഷേ പ്രൈമറി എയിം എന്താണെന്നറിയാമോ? ടു ബ്രിങ് ഡിസിപ്ലിൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. സൺഡേ സ്കൂൾ വാസ് സ്റ്റാർട്ടഡ് ടു ബ്രിങ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്താ മലയാളം പറയുക? ശിക്ഷണം. ശിക്ഷണം എന്ന് പറയുമ്പോൾ ശിക്ഷ എന്നുള്ള വാക്ക് വരുമോ? ഇല്ലല്ലോ. അല്ല, അച്ചടക്കം. ശിക്ഷണവും അച്ചടക്കവും ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് സൺഡേ സ്കൂൾ ആരംഭിച്ചത്. ചരിത്രം പഠിച്ചു നോക്കണം കേട്ടോ, സൺഡേ സ്കൂൾ ആരംഭിച്ചത് എന്തിനാണെന്ന്. അപ്പോൾ അന്ന് ലൂസായിരിക്കുന്ന, മോറൽ ലൈഫ് ലൂസായിരിക്കുന്ന, യാതൊരു വിധത്തിലുള്ള ഈ സ്ലേവ് മെൻറ്റാലിറ്റി, സ്ലേവ്സിനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അടിമകളൊക്കെ പലപ്പോഴും മോറൽ ലൈഫ് ചിലപ്പോൾ ശരിയാകണമെന്നില്ല, അല്ലെങ്കിൽ ലൂസായിരിക്കുന്ന ലൈഫായിരിക്കും. അതായത് അച്ചടക്കമില്ല. അവർ പണി ചെയ്യും, പിള്ളേരുടെ തോന്നിവാസത്തിൽ നടക്കും. അതുകൊണ്ടാണ് ഈ സൺഡേ സ്കൂൾ ആരംഭിച്ചത്.
ഈ സൺഡേ സ്കൂൾ ആരംഭിച്ച വ്യക്തിക്കുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇവരെ ഡിസിപ്ലിന് കൊണ്ടുവരണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആ സൺഡേ സ്കൂളിൽ ലക്ഷ്യം അതില്ല, നമുക്ക് ഇൻഡിസിപ്ലിൻ സൺഡേ സ്കൂളിലുണ്ട്. ഇതുകൊണ്ട് സൺഡേ സ്കൂൾ കുട്ടികൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസിപ്ലിൻഡ് പഠിക്കണം സൺഡേ സ്കൂളിൽ, അല്ലാതെ യേശുക്രിസ്തുവിനെ മാത്രവും മറ്റേ രക്ഷയെക്കുറിച്ചൊക്കെ പഠിക്കണം, അത് വേണം, അതാണ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. പക്ഷേ ഡിസിപ്ലിൻ പാലിക്കാനായിട്ട് എവിടെ ഏത് രീതിയിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത്, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അല്ലേ. എവിടെ എങ്ങനെ ഏത് രീതിയിൽ ഞാൻ പെരുമാറണമെന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു യൂസും ഇല്ല എന്നുള്ളതാണ്. എവിടെ അപ്പോൾ നമ്മൾ ചിലപ്പം ചോദിക്കും, പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട് ക്യാമ്പുകളിലൊക്കെ, എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടാമോ, ഞാൻ ഈ രീതിയിൽ നടന്നാൽ പോരെ, ഈ രീതിയിലുള്ള ചപ്പലിടാമോ, ഈ രീതിയിലുള്ള ബെൽറ്റ് ഇടാമോ, ഈ രീതിയിൽ തല എനിക്ക് വെക്കാമോ, മുടി വെട്ടാമോ, മുടി വെട്ടണോ, താടി വെക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനൊന്നും ക്വസ്റ്റ്യൻ നമ്മൾ മറ്റുള്ളവരുടെ തല്ല ചോദിക്കേണ്ടത്. നോബഡി ഈസ് ദെയർ ടു ആൻസർ ദീസ് തിങ്സ്. ആരും ആൻസർ ചെയ്യാനില്ല. ഇത് നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ്, എന്താണ് ബൈബിൾ പറയുന്നത് എന്നുള്ളതാണ്. സോ ആം ഐ ഡെമോൺസ്ട്രേറ്റിംഗ് ഡിസിപ്ലിൻ? എൻ്റെ അച്ചടക്കത്തെ ഞാനൊരു ശിക്ഷണ നടപടികളുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിനുള്ള വീട്ടിൽ നിന്ന് വരുന്നതാണെന്ന് പോർട്രേ ചെയ്യുന്ന, അങ്ങനെയുള്ളൊരു സഭയിൽ നിന്നാണ് വരുന്നതെന്ന് കാണിക്കുന്ന എൻ്റെ പെരുമാറ്റം വേണം. അതല്ലേ, ചില കുട്ടികളെ കണ്ടാൽ പറയും, ഓ എന്ത് നല്ല കുട്ടിയാണ്, എന്ത് നല്ല യുവാവാണ്, യുവതിയാണെന്ന് പറയും. അച്ചടക്കമുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ വിദ്യാഭ്യാസവുമുള്ള, കുലീനത എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനൊക്കെ ഇച്ചിരി മാറിപ്പോകുന്നെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ. കുലീനത എന്നൊരു വാക്കുണ്ട്, നോബിലിറ്റി അല്ലേ, നോബിൾ വാക്ക് കേട്ടിട്ടുണ്ടോ? നോബിൾ, കുലീനത. എന്താ ഈ കുലീനത? ഓ, ഹീ ഈസ് കമ്മിങ് ഫ്രം എ റെസ്പെക്റ്റ്ഫുൾ ഫാമിലി. അദ്ദേഹം ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഒരു യുവാവിനെ കണ്ടാൽ അറിയാൻ പറ്റും. പെരുമാറ്റത്തിൽ, അവൻ്റെ സംസാരത്തിൽ, എല്ലാത്തിലും പറയാൻ പറ്റും ഹീ ഈസ് കമ്മിങ് ഫ്രം എ റെസ്പെക്റ്റബിൾ ഫാമിലി. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിലരെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം, ചില കുടുംബങ്ങളെയൊക്കെ ഒന്ന് നോക്കണം. ചിലരുടെയൊക്കെ ബിഹേവിയറൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേന് വി വിൽ ബി ആക്ച്വലി നമുക്ക് ത്രിൽഡ് ആവും. ഓ, ഹൗ ദേ ആർ ബിഹേവിങ്. ഈ ബിഹേവിയർ കൊണ്ടുവരാനാണ് സൺഡേ സ്കൂള്. മനസ്സിലായോ? കുലീനത കൊണ്ടുവരാനാണ്, അച്ചടക്കം കൊണ്ടുവരാനാണ് സൺഡേ സ്കൂള്. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇവർ ആ ലൂസ് ലൈഫിൽ നിന്ന്, മോറലായിരിക്കുന്ന ലൂസ് ലൈഫിൽ നിന്ന് നിന്നൊക്കെ വെളി വന്നവരാണ് ഈ സഭയിൽ ഉണ്ടായിരിക്കേണ്ടത്. സോ ഒരു സഭ എന്ന് പറയുമ്പോൾ ഈ ഡിസിപ്ലിൻ ഉള്ളവരുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ സഭ മാറേണ്ടത്. ഇപ്പോൾ ദ ചേർച്ച് ഇറ്റ് സെൽഫ്, ലോക്കൽ ചേർച്ച്, സ്ഥലം സഭകളിൽ ഡിസിപ്ലിൻ വേണം, വളരെ അച്ചടക്കം വേണം. ആ കുലീനത്വം നമ്മൾ കാണിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിലേക്ക് വരുന്നുണ്ട്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഈ രീതിയിലുള്ളൊരു ബിഹേവിയറാണ് ഈ ആദിമ സഭയിലുണ്ടായിരുന്നത്. വളരെ അച്ചടക്കവും പെരുമാറ്റത്തിലുള്ളതായിരിക്കുന്ന ഉന്നതമായ നിലയും ഈ അപ്പോസ്തലിക സഭകൾക്കുണ്ടായിരുന്നു. സോ ദേ അട്രാക്റ്റഡ് പീപ്പിൾ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വരാനായിട്ടുള്ളൊരു താല്പര്യമുണ്ടാകും. ഞാൻ പറയും, ഒരു ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇട്ടിരിക്കുന്ന ചെയേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ സഭ ഡിസിപ്ലിൻ ആണോ നല്ലത് അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? സമ്മതിക്കുമോ? അല്ലേ? അപ്പോൾ സഭ ഡിസിപ്ലിനാണെന്ന് അറിയാനായിട്ട് ചെയറൊക്കെ നല്ല വരിക്കിട്ടിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതിന് കൃപാവരമുള്ളവർ അത് ചെയ്യുമ്പോൾ വളരെ രസമായിരിക്കും, വളരെ നല്ലതായിരിക്കും. ചിലർ ചെയർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം പോലും വരികയില്ല. ഈ വരുന്നിരിക്കുന്നവരാണ് ഈ ചെയർ വലിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഇൻഡിസിപ്ലിൻ്റെ ഭാഗമാണത്. ഈ വന്നിരിക്കുമ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആൾ എത്ര കെയർഫുള്ളായിട്ട് ചെയർ അറേഞ്ച് ചെയ്തിരിക്കുന്നു, വരിക്ക് നൂല് പിടിച്ച പോലെ. എന്നിട്ട് വന്നിരിക്കുന്ന ആളെന്ത് ചെയ്യും? ആ ചെയറിനെ 2 കുലുക്കിയിട്ടിരിക്കും. ഇവിടെ നമ്മുടെ ബിഹേവിയർ ഇതെല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്. അൺനോയിങ്ലി നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ഓ, ഇത്രയും സ്ട്രിക്റ്റ് ആകണോ എന്നൊക്കെ ഒരുപക്ഷെ ചിന്ത ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ, വിജയകരമായിട്ട് വരുന്നതൊക്കെ ഇങ്ങനെയുള്ളതായിരിക്കും, വിച്ച് അട്രാക്ട്സ് പീപ്പിൾ. എന്തുകൊണ്ടാണ്? സിയാറാം ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇപ്പോൾ അതധികം വരാറില്ല. സിയാറാം ഷൂട്ടിംഗ് ആണ് ഈ ഷൂട്ടിങ്ങിൻ്റെ കോട്ട് ഇടുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ടുവന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ സിയാറാം എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇന്ന് കോട്ടൊക്കെ വേറെ കമ്പനികളൊക്കെ ഇറക്കി, അന്ന് സിയാറാമായിരുന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്.
അവരുടെ ആ ജെൻറൽ ബിഹേവിയർ, അവർ നടക്കുന്ന രീതികൾ, അവർ പോർട്രേ ചെയ്തിരുന്നതെല്ലാം ആ നോബിൾനെസ്സാണ്. സോ കോട്ടും സ്യൂട്ടും ഒക്കെ ആരാ, ഏത് കാറ്റഗറിയാ? എലൈറ്റ് പീപ്പിൾ. സോ നമ്മുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും അല്ല ഞാനീ പറഞ്ഞു, നമ്മുടെ ബിഹേവിയറിൽ നമ്മളൊരു എലൈറ്റ് ബിഹേവിയർ നമ്മൾ കാണിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കോൺവെർസേഷനിൽ, സംസാരത്തിലൊക്കെ. ഇത് കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നുന്നു, എന്നാലും പറയേണ്ടത് ഇനിയും ഉള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് വിശദമാക്കണ്ട ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട്. സോ പിന്നെ അടുത്തതെന്തായിരുന്നു? ഹൈ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ഉണ്ടായിരുന്നു. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ദേ വർ വെരി സെൻസിറ്റീവ് ടു ദ സിൻ. പാപത്തോട് അവർ വളരെ എന്താ പറയുക, സന്ധിയില്ലാത്ത, ഒരിക്കലും സന്ധി ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വി മേക്ക് ഇറ്റ് വെരി, എന്താ പറഞ്ഞ, ഈ പാപം എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വി കാറ്റഗറൈസ് സിൻ അക്കോർഡിംഗ് ടു അവർ കോൺഷ്യൻസ്. ഞാനിതൊരു ക്ലാസ്സിൽ പറഞ്ഞത്, മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പാപങ്ങളെ കാറ്റഗറൈസ് ചെയ്യും. എൻ്റെ മനസാക്ഷിയുടെ അടിസ്ഥാനത്തിൽ. ഈ മനസാക്ഷി തന്നെ പാപമംഗലമായതുകൊണ്ട് എൻ്റെ കാറ്റഗറൈസേഷൻ, അല്ലെങ്കിൽ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ, പാപം നമ്പർ 1, ഹയസ്റ്റ് ലെവൽ ഓഫ് പാപം, പിന്നെയുള്ള ലെവൽ, പിന്നെയുള്ളത് ഇങ്ങനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയില്ല. മെൻ്റലി നമ്മുടെ മൈൻഡിൽ നമ്മൾ പാപത്തെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാറ്റഗറൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ മൈ കോൺഷ്യൻസ്, എൻ്റെ ചിന്തയുടെ, എൻ്റെ മനസ്സാക്ഷിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഞാനതിനെ മാറ്റി ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളതും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും കാറ്റഗറൈസ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് പാപമെന്ന് മനസ്സിലാകുന്നത്. അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. ആണോ? അപ്പോൾ നമ്മൾ ഈ പാപത്തെ അങ്ങനെ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്, എന്തൊക്കെ ഇമാജിനേഷൻസാണ് വരുന്നത്, എന്തൊക്കെയാണ് മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്, മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്നത്, അല്ലേ? ഹൗ ഐ ഡീൽ വിത്ത് അതേഴ്സ്. ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇടപെടുമ്പോൾ എന്താ നടക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? എൻ്റെ ഉള്ളിലുള്ള ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്നത്. നിർമ്മലമായ ഒരു 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 ഇടപാട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിർമ്മലമായത് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഇൻഹിബിഷൻസ്, ഒരു ചിന്തകളും ഇല്ല, ഒരു പ്രിജുഡിസും ഇല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാൻ വി യൂസ് വേർഡ്സ് വെരി കെയർഫുള്ളി സോ ദാറ്റ് ഇറ്റ് വിൽ ബി പോളിഷ്ഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഐ ആം തിങ്കിങ് ഇൻ എ ഓപ്പോസിറ്റ് വേ. ഞാൻ അകത്ത് ചിന്തിക്കുന്നത് അയാൾക്ക് വിരുദ്ധമാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് പോളിഷ്ഡ് വേർഡ്സാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഞാൻ ലൈ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. എന്താ? ഞാൻ കളവാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തയും എൻ്റെ പെരുമാറ്റവും രണ്ടാണ്. ആണോ? ടു ഹും ഐ ആം ലൈയിങ്. ആരോടാ ഞാനതവിടെ കള്ളം പറയുന്നത്? അല്ലേ? നമ്മൾ അനന്യാസിനെ സഫീരയെക്കുറിച്ചൊക്കെ പറയും, വളരെ നല്ലതായിട്ട് പറയും. ശരിയാണ്, നമ്മളെല്ലാം അനന്യാസും സഫീരമാരുമാണ് നമ്മൾ, അല്ലേ? ഇതാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗാംഭീര്യം എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ പാപത്തോടൊക്കെ ഇവർ നിന്നു. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമോ എന്ന് വിചാരിക്കും, എന്നാലും ചില കാര്യങ്ങൾ അവിടെ എനിക്കൊന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് അവരുടെ എന്താ? വ്യാജ അപ്പോസ്തലന്മാർ. അന്നുണ്ടായിരുന്ന വ്യാജ അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തലന്മാരെന്ന് പേരെടുത്തിരുന്ന ഈ 12 അപ്പോസ്തലന്മാരല്ലാതെ ചില അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അതല്ലാതെ വ്യാജ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് ലഭിച്ചു എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ചിലരുണ്ട്. അവർ അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഡിഡാക്കെ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? DIDACHE അല്ല, മിക്കവാറും പേരും DIDACHE എന്നുള്ളത്. DIDACHE, ഡിഡാക്കെ എന്ന് പറയാം, ഡിഡക്കി എന്ന് പറയും. ഓക്കെ, ഇതാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. ഇത് 1873 കണ്ടുപിടിച്ച അതിൻ്റെ പ്രാചീന പ്രതിയാണ്. 1873 ആണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ഒരു പ്രീസ്റ്റാണ് അത് കണ്ടുപിടിച്ചത്, കത്തോലിക്ക. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ആദ്യം എഴുതിയത് ആദിമ നൂറ്റാണ്ടിൽ ഏകദേശം AD 150 ഈ ഡിഡാക്ക് എഴുതിയത്.
ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഡിഡാക്കയുടെ ഞാനത് കാണിക്കാം, എന്താണ് ഡിഡാക്ക എന്നുള്ളത്. ഇതാണ് അതിൻ്റെ കയ്യെഴുത്ത് പ്രതിയുടെ പിക്ചറാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഡിഡാക്ക എന്നുള്ളത് കാണണമെങ്കിൽ കുറച്ച് അതിനെ വേർഡ്സൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലാകുന്ന ഇംഗ്ലീഷിലൊക്കെ മാറ്റിയ ഡിഡാക്കയാണിത്. ഗ്രീക്കായിരുന്നല്ലോ, ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രീക്കിൽ എഴുതിയതാണ് ഡിഡാക്ക എന്ന് പറയുന്നത്. ഈ 12 അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന അന്നുണ്ടായിരുന്ന, ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യമായിട്ട് ഈ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. AD 150, അതായത് യോഹന്നാൻ ഈ വെളിപ്പാടൊക്കെ എഴുതിയതിന് ശേഷമാണ്. ഓക്കെ, ഇതിനൊക്കെ ശേഷം പുതുതായിട്ട് വരുന്ന രക്ഷിക്കപ്പെട്ട് വരുന്നവർ, സഭയിലേക്ക് വരുന്ന മറ്റു ജാതിയിൽ നിന്നൊക്കെ വരുന്നവർക്ക് യഹൂദ മതത്തെക്കുറിച്ച് അറിയത്തില്ല, യഹൂദ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് അവരെ ഒന്ന് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതായിരിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് ഈ ഡിഡാക്കി എന്ന് പറയുന്നത്. ഡിഡാക്കിയിൽ അനേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ഏകദേശം ബിബ്ലിക്കലാണ്, ബൈബിളുമായിട്ട് ബേസ് ചെയ്താണ്. സ്റ്റാർട്ടിങ് എല്ലാം തുടങ്ങുന്നത്, ആദ്യത്തെ ഭാഗങ്ങളെല്ലാം തന്നെ 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രാക്ടിക്കലായിരിക്കുന്ന കാര്യങ്ങളാണ്. 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ, അത് യഹൂദന്മാരുടെയാണ് 10 കൽപ്പനകൾ. ഇവിടെയാണോ എല്ലാവരും? അപ്പോൾ ഇതിനെ തുടർന്നാണ് പല കാര്യങ്ങൾ വരുന്നത്. ഇത് നമ്മൾ വീണ്ടും ഇനിയും കാണുന്നുണ്ട്, എന്നാൽ ഞാനിപ്പോൾ ഇത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. 16 അധ്യായങ്ങളിലാണ് ഇക്കാര്യങ്ങൾ. നെറ്റിൽ നോക്കി ആർക്കും വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് നോക്കാവുന്നതാണ്, പ്രിൻ്റഡ് വേണ്ടിയവർക്ക് വാങ്ങിക്കാവുന്നതുമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് 11-ാം അധ്യായത്തിൽ. ഈ അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതുണ്ടോ? 4-ാമത്തെ വാക്യം, അതിലെ 4-ാമത്തെ വാക്യം, ലെറ്റ് എവറി അപ്പോസ്റ്റൽ വെൻ ഹി കമത്ത് ടു യു ഹി ബി റിസീവ്ഡ് ആസ് ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് വരാൻ, ദൈവത്തിൻ്റെ പ്രവാചന നിലയിൽ ഒരു അപ്പോസ്തലനെ നിങ്ങൾ സ്വീകരിക്കുക. എന്നാൽ ബട്ട് ഹീ ഷാൽ നോട്ട് അബൈഡ് മോർ ദാൻ എ സിംഗിൾ ഡേ. ഒരു ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ താമസിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ 2-ാമത്തെ ദിവസം താമസിക്കാം. ഓർ ഇഫ് ദർ ബി നീഡ് എ സെക്കൻഡ്. ബട്ട് ഇഫ് ഹി അബൈഡ് 3 days ഹീസ് എ ഫാൾസ് പ്രോഫറ്റ്. 3-ാം ദിവസം അദ്ദേഹം വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ കള്ളപ്രവാചകനാണ്. മനസ്സിലായോ? ഡിസിപ്ലിൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോൾ ഈ ഫോൾസ് പ്രോഫറ്റിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അവിടെ എഴുതിയിരിക്കുക. ഇനി അത് കുറച്ച് ഉണ്ട് കേട്ടോ, അത് വായിച്ചു നോക്കിയാൽ വളരെ ഫണ്ണിയാണ്, രസകരമാണ്. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അന്നത്തെ സഭകൾ പാലിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ അന്നുണ്ടായിരുന്ന വിശ്വാസികളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ, പിതാക്കന്മാർ എഴുതി സർക്കുലേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം. സോ അവർ വ്യാജ അപ്പോസ്തലന്മാരെ തടഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് 6-ാം വാക്യത്തിൽ, എങ്കിലും നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മയുണ്ട്. എന്താ ഈ നിക്കോലാവ്യർ? നിക്കോലാവ്യരെ ഇവർ അടുപ്പിച്ചില്ല. ഓക്കെ, ഈ സഭയിൽ നിക്കോലാവ്യരെ അടുപ്പിച്ചില്ല. സഭ എല്ലാവരെയും അടുപ്പിക്കാനുള്ള സ്ഥലമല്ല. ഓക്കെ, കള്ളപ്രവാചകന്മാരെ വരൂ ഇരിക്കാൻ പറയാൻ പറ്റത്തില്ല. തെറ്റായ ഉപദേശമുള്ളവരെ വിളിച്ചു കൊണ്ടിരുത്താനുള്ളതല്ല സഭ. സഭയെന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. അവിടെ മറ്റുള്ളവർക്ക് നമ്മൾ കാണാനുള്ള അവസരം കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ദേ കനോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ചർച്ച്. കാണാൻ വന്നിരിക്കാം, പക്ഷേ സഭയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ടുള്ള അവകാശമില്ല. ഈ നിക്കോലാവ്യർ എന്ന് പറയുന്നവർ ഈ സഭകളെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചവരാണ്. എന്താ ഈ നിക്കോലാവ്യർ എന്ന് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്, നിക്കോളസ് എന്ന് പറയുന്ന ഒരാളെ കാണുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 6-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ അവിടെ 7 പേരെ അവിടെ നിയമിക്കുന്നുണ്ട്, അല്ലേ? അപ്പോസ്തല പ്രവൃത്തി അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 7 പേരെ മേശയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് 7 പേരെ ആക്കുന്നുണ്ട്. അതിലൊരാളുടെ പേരെന്തുവാ? നിക്കോളാവസ് ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ, ഇത് പറയപ്പെടുന്നതാണ്, ആധികാരികതയൊന്നുമില്ല. അദ്ദേഹം നേതാവായിട്ട് ആരംഭിച്ചതായിരിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു തത്വചിന്ത, ഒരു ഫിലോസഫിയോ ഇതാണ് ഈ നിക്കോലോവ്യ മതം എന്ന് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരുമായിരിക്കാം, നമുക്കതിൽ വലിയൊരു ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. സോ ഈ നിക്കോലാവ്യ എന്ന് ഇത് അദ്ദേഹത്തിൽ നിന്ന് വന്നതായിരിക്കാം എന്ന് പറയുന്നവരുണ്ട്. അല്ലാതെ തന്നെ ഈ വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ രസകരമായ കാര്യമാണ്. നിക്കോലാവ്യ എന്ന് പറഞ്ഞാൽ നിക്കോ ലാവോസ് എന്നാണ്. നിക്കോ NIKO, പിന്നെ അതിൻ്റെ 2-ാം ഭാഗം LAOS. നിക്കോ എന്ന് പറഞ്ഞാൽ
ടു കോൺകർ, ഓവർത്രോ, അതായത് നിയന്ത്രിക്കുക, അടിമപ്പെടുത്തുക എന്ന് പറയുന്നതാണ് നിക്കോ എന്ന് പറയുന്നത്. നിക്കോ മീൻസ് ടു കോൺകർ, അടിമപ്പെടുത്തുക, കീഴടക്കുക എന്നുള്ള അർത്ഥം. ലാവോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, വളരെ എളുപ്പമാണ്. ലാവോസ് മീൻസ് പീപ്പിൾ, ജനങ്ങൾ. അപ്പോൾ ജനങ്ങളെ അടിമപ്പെടുത്തുന്ന, ജനങ്ങളുടെ മേലെ കർത്തൃത്വം നടത്തുന്ന, നിയന്ത്രിക്കുന്നവർ എന്നാണ് നിക്കോലാവ്യരുടെ സിദ്ധാന്തം. അപ്പോൾ ഈ നിക്കോലാവ്യരുടെ നടപ്പ് എന്ന് പറയുമ്പോൾ അവർ വെച്ചിരുന്നതായിരിക്കുന്ന ഉപദേശ സംഹിത, ദ പ്രിൻസിപ്പിൾസ് ദേ ഫോളോഡ്, മറ്റുള്ളവരെ അടിമപ്പെടുത്തുന്ന ഒരു സ്വഭാവം. ഈ ക്ലർജി ലെയ്റ്റി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരും അൽമായരും, അല്ലേ, പുരോഹിതന്മാരും അൽമായരും എന്ന് പറയുന്ന ആ സിദ്ധാന്തം അത് ഉടലെടുത്തതാണ് അന്ന്. എന്തുകൊണ്ടാണ് ഇത് ഉടലെടുക്കുന്നത്? ഇവിടെ നമുക്ക് ഇച്ചിരി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം. എന്താണ് ഈ അടിമത്ത, അല്ലെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള പൗരന്മാരെ സഭയ്ക്കുള്ളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്? ഇത് മനുഷ്യൻ്റെ നാച്ചുറലായിരിക്കുന്ന സാധാരണയുള്ളൊരു ചിന്താഗതിയാണ്. എന്താ, എനിക്ക് കഴിവുണ്ട്, എനിക്ക് അറിവുണ്ട് എങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഞാൻ യോഗ്യനാണ്. ഈ ചിന്ത വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. നിങ്ങൾ സെപ്പറേറ്റ് ആണ്, നിങ്ങൾക്ക് അറിവ് കുറവാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യേണ്ടവരാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ നമ്മളെയും കൂടെ ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ അറിവുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ പേഴ്സണാലിറ്റി ഉള്ള ആളായതുകൊണ്ട് മറ്റുള്ളവർ എന്നെ പിൻഗമിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്ന മെൻറ്റാലിറ്റി, ഇതെന്ത് ചെയ്യും? അങ്ങനെയുള്ള കുറച്ച് പേര് ചേർന്നിട്ട് അവരൊരു തിരശ്ശീല ഉണ്ടാക്കി, അവർക്ക് മാത്രം പ്രവേശിക്കാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന പഴയ നിയമത്തിൽ നിന്ന് കടമെടുത്തതായിരിക്കുന്ന വിശുദ്ധ സ്ഥലവും അല്ലാത്ത സ്ഥലവും. ലെയ്റ്റി കനോട്ട് എൻ്റർ ഇൻ ടു ദിസ് പ്ലേസ്, അല്ലേ? അൽമായർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. എഫേസോസ് സഭ, ഇത് ഇനിയും പഠിച്ചു വരുമ്പോൾ വളരെ രസകരവും നല്ലതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോസ്തലന്മാർ, ഈ അപ്പോസ്തലിക സഭ എന്നറിയപ്പെടുന്ന എഫേസോസ് സഭ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. സഭ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അവർ ഡിഫൈൻ ചെയ്തിരുന്നു. സഹോദരന്മാരുടെ കൂട്ടമാണ്, എല്ലാവരും ഈക്വലാണ്. അവിടെ നിയന്ത്രിക്കാൻ കഴിവുകളും ഉള്ളവർ വേറെ ആണെന്നുണ്ടെങ്കിലും, പക്ഷേ ഈ രീതിയിലുള്ള ഒരു ഡിവിഷൻ അവിടെ ആരംഭിക്കുന്നില്ല, അവിടെ ഇല്ല. ഇതൊരു ഹിയററ്റിക്കൽ, അതായത് ദുരുപദേശമാണ്. ഈ ദുരുപദേശം നിക്കോളാസ് കൊണ്ടുവരുമ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സഭകളിൽ കാണുന്ന ഇതുകൂടെ ഞാൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ ക്ലർജിക്ക്, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ചില അവകാശങ്ങളുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത അവകാശമുണ്ട്. മറ്റുള്ളവർ അവരുടെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ട് ഈ ലെയ്റ്റിക്കോട് പറഞ്ഞാൽ കഴിയും, അല്ലേ? അപ്പോൾ പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള അധികാരം വരെ ഇവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ക്ലർജി തീരുമാനിക്കും നിങ്ങളുടെ പാപം ക്ഷമിക്കണമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ഒരച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വൈ അവർ പ്രസൻസ് ഈസ് റിക്വയർഡ്. ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യകത എന്താണ്? നിങ്ങൾ കർത്താവിനോട് പാപം ക്ഷമിക്കാൻ പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും, പക്ഷേ നിങ്ങൾക്കതെങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? അതിനാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഉറപ്പ് പറയും, സൈക്കോളജിക്കലി നിങ്ങളോട് പറയും നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. എന്ത് നല്ല ലോജിക്കാന്ന് ഞാൻ വിചാരിച്ചപ്പോഴേ. നമുക്ക് കർത്താവിനോട് പറഞ്ഞാൽ ക്ഷമിക്കാവുന്നതും കർത്താവിനെ ആരാധിക്കാനുള്ള പ്രാഗൽഭ്യം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇവിടെ ഇടയിലൊരു മധ്യസ്ഥൻ നിൽക്കുകയാണ്. ആൻഡ് they made so many things. ഈ കുംഭസാരം അല്ലെങ്കിൽ ഈ പാപക്ഷമ ലഭിക്കുവാനുള്ള അവരോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒരു ബേസിക് സൈക്കോളജിയാണ്. ഒരാളുടെ രഹസ്യം ഞാൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരാൾ എന്നോട് രഹസ്യം പറയുകയാണെങ്കിൽ, വാട്ട് ഈസ് ഹാപ്പനിങ്? എന്താ സംഭവിക്കുന്നത്? ഒരാൾ എന്നോട് രഹസ്യം പറയുമ്പോഴത്തേന് അടിമയാകും. ആരടിമയാകും? പറഞ്ഞാൽ ഞാൻ പവർഫുള്ളാവും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു രഹസ്യം എന്നോട് പറയുകയാണെങ്കിൽ, ആരോടും പറയാം, രഹസ്യം എന്നുള്ള വാക്ക് ഞാൻ അടിവരയിടുക, ഈ രഹസ്യമാണത്. എന്നോട് പറയുകയാണെങ്കിൽ ഐ ബിക്കം പവർഫുൾ.
നിങ്ങളെക്കാളും പവർഫുള്ളാവും. കാരണം എന്തുകൊണ്ടാണ്? ആ രഹസ്യം എൻ്റെ കയ്യിൽ ഇപ്പോൾ നിക്ഷിപ്തമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഓക്കെ, യു ആർ മേക്കിംഗ് അനദർ പേഴ്സൺ പവർഫുൾ. മറ്റയാളെ പവർഫുൾ ആക്കുകയാണ്. ഇത് നമ്മൾ ഈ സൈക്കോളജിക്കൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഭയങ്കര സീക്രട്ടാണെന്ന് ഞാൻ ഈ പറയുന്ന സീക്രട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുപക്ഷെ പേഴ്സണലായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് പേഴ്സണൽ കാര്യം പറയുമ്പോൾ ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ മുൻവിധി ഇപ്പോൾ വരില്ലേ, ഞാൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ രഹസ്യം ഒരാളോട് പറയുമ്പോൾ അദ്ദേഹം പവർഫുള്ളാവും. ഈ രഹസ്യം അയാൾക്ക് എത്ര നാൾ അദ്ദേഹം വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അദ്ദേഹത്തെ അറിയാതെ പേടിച്ചുകൊണ്ടേയിരിക്കും. വൺ ഡേ എന്തെങ്കിലും ഒരാളത് റിവീൽ ചെയ്താലോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് ചർച്ചുകളിൽ നിബന്ധന വെച്ചിരിക്കുന്നത് കുംഭസാര രഹസ്യം പുറത്ത് പറയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. രഹസ്യം ആ തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് അനുമതിയില്ല അത് പറയാൻ. കാരണം എന്തുകൊണ്ടാണ്? അത് പറയുമെന്ന് പറഞ്ഞ് ത്രട്ടൺ ചെയ്യാനായിട്ട് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? കഴിയും. അതുകൊണ്ട് അവർക്ക് അനുമതി ദ ചേർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ല. നല്ല കാര്യം. പക്ഷേ നമ്മൾ ആരോടെങ്കിലും പറയുമ്പോൾ അവർ ഈ നിബന്ധനകളൊന്നുമില്ലാത്ത ഈ കാര്യങ്ങളൊന്നുമില്ലാത്തവർക്ക് എന്ന് വേണമെങ്കിലും നിങ്ങളെ അത് പുറത്ത് പറയാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യേണ്ടതെന്ന്. കൗൺസിലിങ്ങിന് പോയി നമ്മൾ പറയണ്ടേ ഇപ്പോൾ എന്നൊരു ചിന്ത വരും. കൗൺസിലിങ്ങിൻ്റെ ബേസിക് തത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ കൗൺസിൽ ചെയ്യുന്ന ആൾ ഒരിക്കലും റിവീൽ ചെയ്യത്തില്ല എന്നുള്ള ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ ആ നിബന്ധന പാലിക്കാത്ത ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ റിസ്കിലാണ്. അവിടെ വളരെ കെയർഫുള്ളായിരിക്കണം. അവിടെ വളരെ കെയർഫുള്ളായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്കൊന്നും കൗൺസിലിങ്ങിന് പോകരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൗൺസിലിങ് ക്വാളിഫൈഡ് ആയിരിക്കുന്ന അങ്ങനെയുള്ള നിബന്ധനകളെ സൂക്ഷിക്കുന്ന ആളുടെ അടുത്ത് മാത്രമേ കൗൺസിലിങ്ങിന് പോകാവൂ. അതർവൈസ് യു വിൽ ബി ട്രാപ്ഡ്. പല ഇൻഷുറൻസ് പല കാര്യങ്ങൾ പറയാനുണ്ട്. ഈയിടയ്ക്കാണ് നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിൽ അദ്ദേഹം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ. നല്ല ആളാണ്. ഞാനകത്ത് TV ഷോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തിട്ട് കൗൺസിലിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തു. സ്റ്റിൽ ഈസ് ഇൻ ജയിൽ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രഹസ്യങ്ങൾ. അപ്പോൾ ഈ പള്ളികളിൽ, ഈ ചർച്ചുകളിൽ ഈ അൽമായരുടെ ലൈറ്റിയുടെ രഹസ്യങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് പവർഫുൾ കൂടുക. ദേ ഗോട്ട് എനോർമസ് പവർ ഓവർ ദ ചർച്ച്. അവരൊരിക്കലും രഹസ്യം വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ ആ രഹസ്യം കീപ്പ് ചെയ്യുന്നതും ആ ചർച്ചിൻ്റെ നേർക്ക് അവർക്ക് നല്ല പവർഫുള്ളാണ്. ഇതാണ് ഈ നിക്കോലാവ്യരുടെ ഉപദേശം എന്ന് പറയും. ആൻഡ് ഇനിയുണ്ട് അവരുടെ ഉപദേശം. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അല്ലെങ്കിൽ ഞാൻ 2 സെൻറ്റൻസ് പറഞ്ഞൊക്കെ നിർത്താം. ഓക്കെ, അവർ പറഞ്ഞ വേറൊരു തത്വചിന്ത എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും ആത്മീയതയും ശാരീരികമായിരിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടും ഇരിക്കാൻ പറ്റും, അതേസമയം സെൻഷ്യലായിട്ടും ഇരിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വികാരപരമായിട്ടും നിങ്ങളുടെ മോറൽ ലൈഫിൽ അല്ലെങ്കിൽ ഇമ്മോറൽ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യവും നിങ്ങളുടെ ആത്മീയതയെ ബാധിക്കുന്നില്ല. ഇത് രണ്ട് കമ്പാർട്ട്മെൻ്റ് എന്നാണ് പഠിപ്പിച്ചവരാണ് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ ജീവിക്കാം. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് യുവർ സ്പിരിച്വാലിറ്റി. നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയെ അത് ആത്മീയതയെ ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. നമ്മളുടെ പലരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഓക്കെ, തെറ്റായ ജീവിതമെല്ലാം ചെയ്യും. എന്നിട്ട് പറയും ഞായറാഴ്ച വന്നിരുന്നത് ഞാൻ ആത്മീയനാണ്. ഇത് ആക്ഷനിൽ വരുന്ന കാര്യമല്ല. ദിസ് ഈസ് ദ മെൻറ്റാലിറ്റി. ഞാൻ പറഞ്ഞോ, ഇതൊരു ഉപദേശമാണ്, നമ്മുടെ ഉള്ളിലുള്ളൊരു ഉപദേശമാണിത്. ലൈറ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവനിങ്ങനെ വായി നോക്കി നടക്കുന്നു, അവനിങ്ങനെ പന്നനായിട്ട് നടക്കുന്നു, വൃത്തികെട്ടവനായിട്ട് നടക്കുന്നു. എന്നാൽ സഭയിൽ വരുമ്പോൾ ആരാധനയ്ക്ക് തോട്ട് പറയുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് വിചാരിക്കും അവൻ ഓക്കെ ശരിയായി വരുമെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അതല്ല ഇവിടെ നമ്മൾ ആഴത്തിൽ നോക്കണം. അത് അവരുടെ ഉപദേശമാണ്. വാട്ട് ഈസ് ഉപദേശം? എന്താ ഉപദേശം? എൻ്റെ ആ പ്രവർത്തനങ്ങൾ എൻ്റെ ആത്മീയതയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട്
അത് ഞാൻ ചെയ്യും, ആരും അറിയുന്നില്ല. എൻ്റെ കോളേജ് ലൈഫിൽ ചെയ്യുന്നു, എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ചെയ്യുന്നു, എൻ്റെ മറ്റു കൂട്ടുകാരുടെ മധ്യേ ഞാൻ ചെയ്യുന്നു. പക്ഷെ അതെൻ്റെ ആത്മീയതയെ ബാധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് അല്ലേ എന്നാണ് അവർ പറയുന്നത്. എന്തുവാ? അതുകൊണ്ട് ഞായറാഴ്ച വന്ന വർഷിപ്പ് തോട്ട് പറയുമ്പോഴത്തേന്നെ വേർഡ്സ് കിട്ടാതെ പോകുന്നുണ്ടോ? ഏറ്റവും മോശമായിട്ട് ജീവിച്ചിട്ടും സഭയിൽ വന്ന് നല്ലതായിട്ട് സാക്ഷ്യം പറയുന്ന ആൾക്കാരുണ്ട്, നല്ല പ്രസംഗം നൽകുന്നവരുണ്ട്, നല്ല ദൂത് നൽകുന്നവരുണ്ട്. അതൊന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റുകയില്ല, ഞാൻ പറയാം. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് വെച്ചിട്ട് ആത്മീയതയെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു നമ്മുടെ സ്വഭാവമായിട്ട് തന്നെ പറയണം. ഈ എഫെസോസ് സഭയുടെ ഇതെന്ന് പറഞ്ഞാൽ അവരിത് അംഗീകരിച്ചിരുന്നില്ല, സഭയായിട്ട് അവർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വേണോ ജീവിക്കാം, സഭയിൽ വരാമെന്ന് പറയുന്നതല്ല, അതിനെ ദൈവം ഒരിക്കലും കമൻറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞത് തന്നെ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഓരോ സഭകളുടെ സ്വഭാവം പഠിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ ക്ലാസ് പ്രയോജനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിന്തകളൊക്കെ മനസ്സിൽ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കണം. ഇന്ന് നടന്നത്, ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ വിട്ടിട്ട് പോയാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ആത്മീയതയും എൻ്റെ ശാരീരിക കാര്യങ്ങളും എൻ്റെ ഭൗമിക ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് വരും. അതുകൊണ്ട് ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൂടുതൽ ആത്മീയരായിട്ട് വളരുവാനായിട്ട്, കൂടുതലായിട്ട് സഭയ്ക്ക് പ്രയോജനമുള്ളവരായിട്ടൊക്കെ നമുക്ക് ജീവിക്കുവാൻ, എൻ്റെ എല്ലാ പൊട്ടൻഷ്യലും സഭയ്ക്ക് കൊടുക്കുവാൻ, കൂടുതൽ സഭ വളരുവാനായിട്ടൊക്കെ ഇടയാകാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.